ശക്തമായ മഴയിൽ കുണ്ടറ കൊറ്റങ്കരയിൽ 2 വീടുകൾ തകർന്നു. കൊറ്റങ്കര പൂട്ടാണിമുക്ക് ഗാന്ധിനഗറിൽ ചാലുവിളത്തെക്കതിൽ വിജയകുമാറിന്റെയും മുണ്ടഞ്ചിറ മാടങ്കാവ് ഉദയഭവനത്തിൽ ഗീതയുടെയും വീടുകളുടെ അടുക്കളയാണ് തകർന്നു വീണത്. അർഹതയുണ്ടായിട്ടും ലൈഫ് മിഷനിൽ വീടുകൾ ലഭിച്ചില്ലെന്നും ഇവർ പരാതി പറയുന്നു. ഇന്നലത്തെ സംഭവം മൊത്തം വെള്ളം കയറി 7 മണിയായപ്പോൾ സുഖമില്ലാത്ത ഞാൻ അതിനകത്ത് കിടക്കുന്ന കാറ്റിൻ്റെ അസുഖം 3-4 കൊല്ലങ്ങൾ ജോലിക്ക് പോലും പോകാൻ നിൽക്കുക. രാവിലെ 7 മണിയോടെയാണ് കൊറ്റങ്കര പൂട്ടാണിമുക്ക് ഗാന്ധിനഗറിൽ ചാലുവിളത്തെക്കതിൽ വിജയകുമാറിന്റെ വീടിന്റെ അടുക്കളയിലെ ഭിത്തി 2ആയി പിളർന്നത്. ഈ സമയം ശക്തമായ മഴയായിരുന്നു പ്രദേശത്തെ രാഷ്ട്രീയ പ്രവർത്തകർ അറിയിച്ചതിനെ തുടർന്ന് വേൾഡ് വിഷൻ സ്ഥലത്തെത്തി വീഡിയോകൾ പകർത്തുന്ന സമയത്താണ് അടുക്കളയുടെ ഒരു വശം പൂർണ്ണമായും തകർന്നു വീണത്. നിരവധി തവണ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള ഭവന പദ്ധതികളിൽ അപേക്ഷ നൽകിയെങ്കിലും അർഹതയുള്ള തങ്ങൾക്ക് വീട് ലഭിച്ചില്ലെന്നും വിജയകുമാർ പറഞ്ഞു. രാവിലെ 7 മണിയോളം മഴയത്തായിരുന്നു സംഭവം. ചെറുതായിട്ട് കണക്ക് മണ്ണ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു 10-10:30 ആകുന്നേരത്തെ സംഭവം പേടിച്ച് ഞങ്ങൾ മാറിയപ്പോഴത്തേക്ക് നേരത്തെ പത്രക്കാരെയൊക്കെ വിളിച്ച് വിനോദും ഉണ്ടായിരുന്നു, ഷികാഗും ഉണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചവർ വന്ന് അവരെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇത് മറിയുന്നത്. പിന്നെ ഞങ്ങൾക്ക് ലൈഫിൻ്റെ ഇത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ കേട്ട് ആ ലിസ്റ്റിലൊന്നും വന്നിട്ടില്ല. പിന്നെ വേറെ നിവൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് വാടകയ്ക്ക് വല്ലതും പോകേണ്ടി വരും. ഈ പ്രദേശത്തിന്റെ അടുത്തായി മുണ്ടഞ്ചിറ മാടങ്കാവ് ഉദയഭവനത്തിൽ ഗീതയുടെ വീടിന്റെ അടുക്കളയും തകർന്നു വീണു. രാവിലെ 7 മണിയോടെയാണ് വലിയ ശബ്ദത്തോടു കൂടി അടുക്കള തകർന്നു വീണത്. ഈ സമയം ഗീതയുടെ സഹോദരൻ അടുക്കളയിലുണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് അപകടമൊന്നുമുണ്ടാകാതെ രക്ഷപ്പെട്ടു. ലൈഫ് മിഷനും അല്ലാതെ 3 സെന്റ് വസ്തുവിനൊക്കെ ഉള്ള അന്ന് മുതലേ അപേക്ഷ കൊടുക്കുന്ന ഒന്നും നമുക്ക് കിട്ടിയിട്ട് ചോദിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പേരുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അതായത് ഇവിടുത്തെ ഗിരിജ മെമ്പർ ഇരിക്കുന്ന നാളെ മുതൽ 3 സെന്റ് വസ്തുവിൻ്റെ ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അന്ന് മുതൽ എഴുതി കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് സിദ്ദിഖ് വന്ന് ഇപ്പോൾ ജയ വന്ന് ഇത് സ്വന്തം പേരിലല്ലത് അനിയത്തിയുടെ വസ്തുവാണ്. ഞങ്ങൾ ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ. അതായത് എൻ്റെ പെണ്ണിൻ്റെ അനിയത്തിയുടെ ഒരു 7:30 മണിയാവും. അടുക്കള ഞാനില്ല, ഞാനിവിടെ മാറി നിന്ന് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോഴും കിരീട സൗണ്ട് കേട്ടുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറി. അപ്പോഴത്തേക്ക് ചിമ്മിനി മൊത്തത്തിൽ ഇനി പോരുന്ന ചെയ്തു. മേക്കൂര അകത്തും വീണ് ചിമ്മിനി പറഞ്ഞോട്ടും പോരുന്നു. എന്തെങ്കിലും പറ്റിപ്പോകാൻ ഞാൻ അകത്തോട്ട് കയറിയില്ലായിരുന്നു. ഈ ഷീറ്റ് ഇരുന്നതിൻ്റെ പേര് കിരീട സൗണ്ട് കേട്ട് അങ്ങനെ പെട്ടെന്ന് അങ്ങ് അകത്തോട്ട് പറയുമ്പോഴത്തേക്ക് സംഭവം കഴിഞ്ഞു. പക്ഷേ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എൻ്റെ പുറത്ത് വീണേനെ. ഈ കുടുംബവും ലൈഫ് മിഷനിൽ അപേക്ഷ നൽകി വീടിനായി കാത്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.